ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീവൻസ് റിഡ്രസൽ എന്നുള്ള ചാപ്റ്ററാണ്. എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ? എ ഫോർമൽ വേ ഓഫ് അഡ്രസ്സിങ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ എ വർക്ക് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഗ്രീവൻസ് റിഡ്രസൽ. അതായത് ഒരു വർക്ക് സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷൻ അത് പരിഹരിക്കുക, അതിന് പരിഹരിക്കുന്ന ഒരു ഫോർമൽ വേ ആണ് നമ്മൾ വിളിക്കുന്നത് ഗ്രീവൻസ് റിഡ്രസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച്, a grievance is any dissatisfaction or feeling of injustice related to one's employment situation that is brought to the attention of management. അപ്പം ഡെയിൽ എസ് ബീച്ചിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയിൽ ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗ്രീവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം മാനേജ്മെൻറ്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഗ്രീവൻസ് റിഡ്രസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോസസ് ഓഫ് ഗ്രീവൻസ്, പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ 4 ഹെഡിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഗ്രീവൻസ് അറൈസിങ് ഫ്രം വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള വർക്കിംഗ് കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, നോൺ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ടൂൾസ്, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ടൂൾസ് ഇല്ലാത്ത സാഹചര്യം കൊണ്ട്. ദെൻ ഫെയിലർ ടു മെയിൻറ്റെയിൻ ഗുഡ് ഡിസിപ്ലിൻ ഇൻ ദി ഓർഗനൈസേഷനകത്ത് നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്. ദെൻ മിസ്മാച്ച് ഓഫ് ദി വർക്കർ വിത്ത് ദി ജോബ്, ജോബിന് സൂട്ടബിൾ ആയിട്ടുള്ള വർക്കർ അല്ലാതിരിക്കുന്നത് കൊണ്ട്. ദെൻ വെരി ഹൈ പ്രൊഡക്ഷൻ ടാർജറ്റ്, നമുക്ക് കിട്ടിയ ടാർജറ്റ് വലിയ ടാർജറ്റ് ആവുന്നത് കൊണ്ട്. ദെൻ പൂർ റിലേഷൻ വിത്ത് സൂപ്പർവൈസറുമായിട്ട് ഉള്ള മോശം റിലേഷൻഷിപ്പ്. ദെൻ പൂവർ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് വർക്ക് ഇൻ ദി ഓർഗനൈസേഷനകത്തുള്ള വർക്ക് കണ്ടീഷൻ ആ അറ്റ്മോസ്ഫിയർ മോശമായതുകൊണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് ഗ്രീവൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് ഗ്രീവൻസ് അറൈസിങ് ഫ്രം മാനേജ്മെൻറ്റ് പോളിസി കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വേജ് റേറ്റ് ആൻഡ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്. നമുക്ക് വേജ് റേറ്റ് തീരുമാനിക്കുന്നതിലും അതിന് വേജ് പേയ്മെൻറ്റ് മെത്തേഡിലും നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ഓവർ ടൈം ആൻഡ് ഇൻസെൻറ്റീവ് സ്കീംസ് തീരുമാനിക്കുമ്പോൾ അതിൽ നമുക്ക് സംതൃപ്തി കുറവുണ്ടാകും. ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. സീനിയോറിറ്റി പ്രശ്നങ്ങൾ, പിന്നെ ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻ, ഡിമോഷൻ, ഡിസ്മിസൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ദെൻ ലീവ് പ്രശ്നങ്ങൾ, പെനാൽറ്റി ഇമ്പോസ്ഡ്, നമുക്ക് കിട്ടുന്ന പെനാൽറ്റി. ഇതൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റ് പോളിസി കാരണം ഒരു എംപ്ലോയിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. ഗ്രീവൻസ് അറൈസിങ് ഫ്രം മാനേജ്മെൻറ്റ് പോളിസി. ദെൻ ഗ്രീവൻസ് അറൈസിങ് ഫ്രം പേഴ്സണൽ പ്രോബ്ലംസ്, നമ്മുടെ വ്യക്തിപരമായ പ്രോബ്ലങ്ങൾ കാരണം ഉണ്ടാകുന്ന ഗ്രീവൻസ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓവർ അംബിഷൻ, നമ്മുടെ വലിയ അംബിഷനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത അംബിഷൻസ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ദെൻ എക്സസീവ് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മുടെ കുറിച്ചുള്ള ഒരു അന്തസ് എന്ന് പറയല്ല, നമ്മളെക്കുറിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം അത് വളരെയധികം കൂടുക. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ ഒരു തോന്നൽ. ഓക്കെ, ദെൻ പ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ ലൈഫിൽ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഒരു പേഴ്സണൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ദെൻ ഗ്രീവൻസ് അറൈസിങ് ഫ്രം വയലേഷൻ ഓഫ് കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനി നിയമങ്ങളും റൂൾസും വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദെൻ പാസ്റ്റ് പ്രാക്ടീസസ്, അതായത് കമ്പനിയിലെ നിലവിലുണ്ടായിരുന്ന ഒരു പ്രവർത്തന രീതിയൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സെൻട്രൽ ആൻഡ് ഓർ സ്റ്റേറ്റ് ലോസ്, കേന്ദ്രത്തിൻ്റെയൊക്കെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഒരു എംപ്ലോയിക്ക് വർക്ക് ഏരിയയിൽ അവർക്ക് ഗ്രീവൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ.